സ്പെഷ്യലായ ഒത്തിരി ഓർമ്മകൾ നൽകിക്കൊണ്ട് 2011 ഓണം കൂടി കടന്നു പോകുമ്പോൾ മലയാളിക്ക് എന്നും ഓർത്തു വയ്ക്കാൻ മലയാള സിനിമയുടെ ഒരു ഭാഗമായി മാറാൻ ഇതാ ഒരു അപൂർവ നിമിഷത്തിന് കൂടി വേദിയൊരുങ്ങുകയാണ് ഇന്ന് ഇവിടെ. സിനിമ പലപ്പോഴും നമുക്ക് പുതിയ കാഴ്ചകളും വേറിട്ട അനുഭവങ്ങളും സമ്മാനിച്ചിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലും മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിലും കുറിച്ചു വയ്ക്കുവാനായി ACV ഒരുക്കുന്ന ഈ വേദി ഒരു പുതിയ അധ്യായത്തിലേക്ക് വഴിത്തിരിവായേക്കാം. സിനിമ എന്ന മഹാ അത്ഭുതത്തിൽ നിന്നുകൊണ്ട് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്ന ഒരു മഹാനടനു വേണ്ടി മാറ്റിവെക്കാം നമുക്ക് ഇന്നത്തെ ഈ സായാഹ്നം. മലയാളികളുടെ ആസ്വാദന ഭാഷയ്ക്ക് ഒരു പുതിയ സംസ്കാരം കണ്ടെത്തിയ നടൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വേഷപ്പകർച്ചയിലൂടെയും ഭാവപ്പകർച്ചയിലൂടെയും മലയാള സിനിമ പ്രേക്ഷകർക്ക് എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാൻ നിരവധി കഥാപാത്രങ്ങളെ സമ്മാനിച്ച മലയാള സിനിമയുടെ നിത്യവിസ്മയം, അതെ, സാക്ഷാൽ ശ്രീ ജഗദീഷ് ശ്രീകുമാർ. ചരിത്രം ചിലർക്ക് ചിലത് മാറ്റിവെക്കും. അങ്ങനെ ചരിത്രം ഒരിക്കൽ വഴിമാറിക്കൊടുത്തു ഒരു നടനു വേണ്ടി. ജഗതി NK ആചാര്യ എന്ന മഹാനായ കലാകാരന്റെ മകനായി 1951 ജനുവരി 5 പിറന്ന ശ്രീകുമാർ പിച്ചവച്ച നാൾ മുതൽ കണ്ടു വളർന്നത് സാഹിത്യത്തിൻ്റെയും നാടകത്തിൻ്റെയും ലോകത്ത് തൻ്റേതായ ഒരു പാത വെട്ടിത്തുറന്ന് യാത്ര ചെയ്യുന്ന പിതാവിനെ. ഒടുവിൽ അച്ഛൻ്റെ വഴി തന്നെ ശ്രീകുമാർ എന്ന മകനും തിരഞ്ഞെടുത്തു. അച്ഛൻ്റെ നാടകക്കളരിയുമായുള്ള സഹവാസം ശ്രീകുമാർ എന്ന ചെറുപ്പക്കാരനിൽ ഒരു നടൻ ജനിക്കാൻ വഴിയൊരുക്കി. ജഗദീഷ് ശ്രീകുമാർ ഒരു വലിയ നടനാണ്, അല്ലെങ്കിൽ വേഴ്സറ്റൈൽ ആക്ടറാണ്. കോമഡി ആയാലും സീരിയസ് ആയാലും ഏതുതരം വേഷമായാലും അദ്ദേഹം മനോഹരമായി കൈകാര്യം ചെയ്യും. ഇതൊന്നും പറയാൻ ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതെല്ലാം ഓൾറെഡി അദ്ദേഹം പ്രൂവ് ചെയ്താണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും ഇന്ന് ആദരിക്കപ്പെടുന്ന ജഗതി ചേട്ടന് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ. ജഗതി NK ആചാര്യ എന്ന മഹാനായ കലാകാരന്റെ മകനായി പിറന്ന ജഗദീഷ് ശ്രീകുമാർ എന്ന നടൻ മലയാള സിനിമയുടെ അഭിമാനമായി മാറിയതിൽ 1970 പുറത്തുവന്ന ചട്ടമ്പി കല്യാണി എന്ന ചിത്രത്തോട് നന്ദി പറയാം. സംവിധായകൻ ശ്രീകുമാരൻ തമ്പിയുടെ കണ്ടെത്തൽ ശരിവെക്കുന്നതായിരുന്നു ജഗദീഷ് ശ്രീകുമാർ എന്ന നടന്റെ വളർച്ചയിലൂടെ മലയാളികൾ കണ്ടത്. കാലങ്ങളിൽ പല ചിത്രങ്ങളിലും പ്രേക്ഷകർക്കോ ഒരു നിരൂപകനോ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രതിഭ എപ്പോഴൊക്കെയോ വന്നു പോയിട്ടുണ്ട്. ഒടുവിൽ പ്രേക്ഷകരുടെ കണ്ണുകൾ ആ പ്രതിഭയിലേക്ക് മാത്രം സൂക്ഷ്മതയോടെ പതിയുന്നത് ചലച്ചിത്ര ലോകം കണ്ടു. ഒടുവിൽ മലയാള സിനിമയുടെ ഇതിഹാസം എന്ന പതിവ് വാചകങ്ങൾക്കും അപ്പുറം മലയാള സിനിമ എന്ന സാമ്രാജ്യത്തെക്കാൾ വലിയ നടന ചക്രവർത്തിയായി ജഗദീഷ് ശ്രീകുമാർ മാറി. കടലാസുകളിൽ നിന്നും ക്യാമറയുടെ ഫ്രെയിമുകളിലേക്ക് ജഗദീഷ് ശ്രീകുമാറിലെ നടൻ ആഴ്ന്നിറങ്ങിയപ്പോൾ മലയാള സിനിമാ ചരിത്രത്തിന്റെ താളുകൾ ഈ നടനു വേണ്ടി കൂടി മാറ്റിവെക്കപ്പെട്ടു. മലയാള സിനിമയിൽ നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടർ എന്ന് നമുക്ക് നിസ്സംശയം പറയാവുന്ന ആളാണ് ജഗദീഷ് ശ്രീകുമാർ. കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലം മലയാള സിനിമയിൽ വളരെ ചെറിയ റോളുകളിൽ നിന്ന് തുടങ്ങി ഇന്നും സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു അവിഭാജ്യ ഘടകമായി ജഗദീഷ് ശ്രീകുമാർ നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹം അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം ഏത് റോളുകളും അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രത്യേക മിടുക്ക് അദ്ദേഹത്തിനുണ്ട്. ഒരുപക്ഷെ കൂടെ അഭിനയിക്കുന്നവർക്കൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ ജഗതിയുടെ കൂടെയാണ് ആ സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ഹാപ്പിയാവും. കാരണം ഒരു പോസിറ്റീവ് എനർജി ജഗതി കൂടെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു ആക്ടറാണ് ജഗതി. എനിക്ക് തോന്നുന്നത് പകരം വെക്കാനില്ലാത്ത ഒരു ആക്ടറാണ് മലയാള സിനിമയെ സംബന്ധിച്ചോളം ജഗദീഷ് ശ്രീകുമാർ. സിനിമാ അഭിനയത്തിലെ പതിവ് കാഴ്ചപ്പാടുകളെ പാടെ തകർത്തുകൊണ്ട് നിയന്ത്രിതമായ ഭാവപ്രകടനത്തിലൂടെ ഈ നടൻ ചലച്ചിത്ര കലയോട് നീതി പുലർത്തി. അതിന്റെ ആദരമായി ആദ്യ പുരസ്കാരം ജഗദീഷ് ശ്രീകുമാറിനെ തേടിയെത്തിയത് 1991 പുറത്തുവന്ന കിലുക്കം എന്ന ചിത്രത്തിലെ നിശ്ചൽ എന്ന കഥാപാത്രത്തിലൂടെ. 4 പതിറ്റാണ്ട് നീളുന്ന അഭിനയ ജീവിതം, 1000-ലേറെ കഥാപാത്രങ്ങൾ, നിരവധി പുരസ്കാരങ്ങൾ. വീണ്ടും യാത്ര തുടരുന്നു ജഗദീഷ് ശ്രീകുമാർ എന്ന മഹാനടൻ. സിനിമയുടെ ഹാസ്യത്തിനും ഒരു തുടർച്ചയുണ്ട്. പക്ഷേ ജഗദീഷ് ശ്രീകുമാർ എന്ന നടന് ഒരു തുടർച്ചയുണ്ടാവില്ല. അങ്ങനെ ഒരു തുടർച്ച മറ്റൊരു നടനിലും സാധ്യമല്ലാത്ത
ഒരു പകരം വയ്ക്കൽ സാധ്യമല്ലാത്ത ഈ മഹാനടനു വേണ്ടി ACVയും മലയാളികളും ചേർന്ന് ഒരു അപൂർവ നിമിഷത്തിന് ഇവിടെ വേദിയൊരുക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്ന ഈ സായാഹ്നം ACVയുടെ പ്രയാണപഥങ്ങളിൽ എന്നും അഭിമാനിക്കുന്ന സന്ദർഭങ്ങളിൽ ഒന്നായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ കാര്യപരിപാടികളിലേക്ക് നമുക്ക് കടക്കാം. ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയ വിശിഷ്ട അതിഥികളെയും ശ്രീ ജഗദീഷ് ശ്രീകുമാറിന്റെ സഹപ്രവർത്തകരെയും ഈ വേദിയിലേക്ക് ആദ്യം തന്നെ ഒരുപാട് സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സ്വാഗതം ചെയ്യുന്നു. അവരോടൊപ്പം തന്നെ ഏഷ്യാനെറ്റ് ഒഫീഷ്യൽസായ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് പ്രസിഡന്റ് ആൻഡ് COO ശ്രീ ശങ്കർ നാരായൺ സാറിനെ ക്ഷണിക്കുന്നു. ആൻഡ് ACV എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ശ്രീ രാജീവിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ആദരപൂർവ്വം ഇന്നത്തെ ഈ സായാഹ്നത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഏവർക്കും ഈ സായാഹ്നത്തിലേക്ക് സ്വാഗതം. ഇന്ദ്രധനുസ്സിലേക്കും സ്വാഗതം. ഈ ചടങ്ങിന് തിരി തെളിയിച്ചുകൊണ്ട് തുടക്കം കുറിക്കാൻ മലയാള സിനിമയുടെ പ്രിയങ്കരിയായ കലാകാരി ശ്രീമതി KPSC ലളിതയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ശ്രീ ജഗദീഷ് ശ്രീകുമാർ എന്ന അതുല്യ പ്രതിഭയെ ആദരിക്കുന്നതിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ബഹുമാനപ്പെട്ട കേരള ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ TM ജേക്കബ് അവർകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സർ പ്ലീസ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം സ്നേഹപൂർവം, ആദരപൂർവം, ബഹുമാനപൂർവം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മലയാളത്തിന്റെ പ്രിയ നടൻ, മലയാളികളുടെ അഭിമാനം, സാക്ഷാൽ ശ്രീ ജഗദീഷ് ശ്രീകുമാർ. അദ്ദേഹത്തെ വേദിയിലേക്ക് ഒരു വലിയ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങുന്നതിനും സ്വീകരിക്കുന്നതിനുമായി. സർ പ്ലീസ്. മലയാളികളുടെ അഭിമാനമായ ശ്രീ ജഗദീഷ് ശ്രീകുമാറിനെ ആദരിക്കുന്ന നിമിഷമാണ് അടുത്തതായി വരുന്നത്. ACVയുടെ പുരസ്കാരം നൽകി ശ്രീ ജഗദീഷ് ശ്രീകുമാറിനെ ആദരിക്കുന്ന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട മന്ത്രിയെ ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ആദരവ് ഏറ്റുവാങ്ങാൻ ശ്രീ ജഗദീഷ് ശ്രീകുമാറിനെയും ക്ഷണിക്കുന്നു. ശ്രീ ജഗദീഷ് ശ്രീകുമാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ ഞാൻ ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള അദ്ദേഹത്തിനോടൊപ്പം നിരവധി കഥാപാത്രങ്ങളിൽ നിരവധി സിനിമകളിൽ അഭിനയിച്ച അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെ അദ്ദേഹത്തിന് പൊന്നാട അണിയിക്കുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ആദ്യം മലയാളത്തിന്റെ പ്രിയപ്പെട്ട കലാകാരി, നമ്മുടെ പ്രിയപ്പെട്ട നടി KPSC ലളിത ചേച്ചിയെ ക്ഷണിക്കുന്നു.
താങ്ക് യു ചേച്ചി. ഇനി അടുത്തതായി നമ്മുടെ മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ശബ്ദങ്ങളിൽ ഒരാളായ റിനൗണ്ട് ഡബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ചേച്ചിയെ ക്ഷണിക്കുന്നു. താങ്ക് യു. അടുത്തതായി നടൻ കൊച്ചു പ്രേമൻ സാറിനെ ക്ഷണിക്കുന്നു. ശ്രീ സുരേഷ് കുമാർ സാറിനെ ക്ഷണിക്കുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട രഞ്ജിത്ത് ഏട്ടനെ ക്ഷണിക്കുന്നു. ഇനി മലയാളത്തിന്റെ പ്രിയപ്പെട്ട സംവിധായകരാണ് ജഗദീഷ് ശ്രീകുമാർ സാറിനെ പൊന്നാട അണിയിക്കുന്നത്. ശ്യാമപ്രസാദ് സർ, കെ മധു സർ ആൻഡ് ഹരികുമാർ സർ. ഇനി ACVയുടെ മറ്റൊരു ഉപഹാരം നൽകുന്നതിനായി ഏഷ്യനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡിന്റെ പ്രസിഡന്റ് ആൻഡ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ശ്രീ ശങ്കർ നാരായണൻ സാറിനെ ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു ചിത്രമാണ് അദ്ദേഹത്തിന് ഉപഹാരമായി നൽകുന്നത്. ഇനി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ TN ജേക്കബിനെ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലെ പ്രിയപ്പെട്ട കലാകാരന്മാർ, പ്രത്യേകിച്ചും ശ്രീ ജഗതി ശ്രീകുമാർ, സഹോദരി സഹോദരന്മാർ, ജഗതി ശ്രീകുമാറിനെ ആദരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ സഹപാഠിയും ഉറ്റ സുഹൃത്തുമായ ജഗതിയെയാണ് ഞാനിവിടെ ആ മെമൻറ്റോ കൊടുത്ത് ബഹുമാനിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് മാറി വാനേഴ്സ് കോളേജിൽ പഠിച്ചവരാണ്. ഞാനൊരു വലിയ കലാകാരനൊന്നും അല്ലെങ്കിലും ജഗതിയും ഞാനും ഒരുമിച്ച് കോളേജിൽ പഠിക്കുമ്പോഴും കോളേജ് വിട്ട് അമിക്കോസ് എന്ന മാറി വാനേഴ്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയിലെ അംഗമെന്നുള്ള നിലയിലും നിരവധി നാടകങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വലിയ സുഹൃത്ത് ബന്ധം അദ്ദേഹവുമായിട്ട് എനിക്ക് ഉണ്ട്. ഇപ്പോഴും ആ ബന്ധം തുടരുന്നു. ഞങ്ങൾ മിക്കപ്പോഴും ഫോണിൽ സംസാരിക്കാറുണ്ട്. ഇവിടെ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിനെ ഈ ഓണ കാലയളവിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുന്നിൽ വെച്ച് ബഹുമാനിക്കാൻ ആദരിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടും ചാരിതാർത്ഥ്യമുള്ളൊരു സംഗതിയാണ്. 1500ഓളം സിനിമയിൽ അഭിനയിച്ച ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം. ഏത് ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ കിട്ടിയാലും അത് സ്വന്തമായി അവതരിപ്പിക്കാൻ കഴിയും. 2 ഡയറക്ടേഴ്സ് അവിടെ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടു. എത്രയോ അർത്ഥവത്തായ വാക്കുകളാണ് അവർ പറഞ്ഞത്. അപ്പോൾ സ്വന്തമായി ഡയറക്ടർമാർ പറയുന്നത് അനുസരിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ അഭിനയത്തിൽ തൻ്റേതായ ശൈലി പുലർത്താൻ കഴിയുന്ന ഒരു വലിയ പ്രതിഭയാണ് അദ്ദേഹം. ഞാൻ കൂടുതലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നില്ല. ഇനിയും നമുക്ക് ഏറെക്കാലം ജഗതിയുടെ തമാശയും അതുപോലെ തന്നെ ജഗതിയുടെ മറ്റ് റോളുകളിലുള്ള പെർഫോമൻസും എല്ലാം കാണാനുള്ള അവസരം ദൈവം നൽകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സർ. ശ്രീ ജഗദീഷ് ശ്രീകുമാർ എന്ന നടനെക്കുറിച്ച് ഈ ഒരു അവസരത്തിൽ ഏറ്റവും അധികം പറയാനുള്ളത് ഒരുപക്ഷെ അദ്ദേഹത്തോടൊപ്പം ചിത്രങ്ങളിൽ അഭിനയിച്ച അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്ക് തന്നെയായിരിക്കും. അവരെയാണ് ഇനി ഞാൻ ക്ഷണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയോട് ചോദിച്ചു നോക്കാം, അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളതെന്നും അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിക്കുവാനും ചേച്ചിയെ ക്ഷണിക്കുന്നു. ജഗതി അടുത്തറിയുന്ന കാലം തൊട്ട് ഞങ്ങൾ വിളിക്കുന്നത് അമ്പിളി എന്നാണ് വിളിക്കുന്നത്. അത് വീട്ടിലെ ഒരു ഓമന പേരായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ ഒരു സിനിമ ചട്ടമ്പി കല്യാണി, ആ സിനിമയിലാണ് ജഗതി ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. അതിൽ ഞാനും ഒരു വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ട്
ഇപ്പോൾ നായിക വരെ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. അമ്പിളി ഇപ്പോഴ് 1800 മേലെ പടങ്ങളായി എന്ന് തോന്നുന്നുണ്ട്. ഞാനിപ്പോഴും 1000 ചവിട്ടിയിട്ടില്ല, ചവിട്ടാനായിട്ട് ഒരുങ്ങി നിൽക്കുന്നു. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ എന്നെക്കാളും മൂത്തതാണ് അമ്പിളി. പിന്നെ എപ്പോഴും ഈ ചിരിച്ച മുഖമാണ്, എപ്പോൾ നോക്കിയാലും കണ്ടില്ല, എപ്പോൾ നോക്കിയാലും കുമ്പളങ്ങ വരഞ്ഞ പോലെ ഒരു ചിരിയുണ്ട്. എന്ത് രസമാണ് ആ ചിരി കാണാൻ. ആ ചിരിയിൽ നമ്മളെല്ലാവരും മയങ്ങിപ്പോവും. എന്താണ് അതിൻ്റെ പുറകിലുള്ളതെന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല. അങ്ങനെ ഇപ്പോൾ ഇന്ന് അമ്പിളിയെ ആദരിക്കാനുള്ള ഈ സന്ദർഭം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് വടക്കാഞ്ചേരിയിൽ നിന്ന് ഇവിടം വരെ വന്നത്. അമ്പിളിയെ ജഗതി ആദരിക്കുന്നു എന്നാണ് എൻ്റെ അടുക്ക പറഞ്ഞത്. പക്ഷെ അപ്പം എനിക്കൊന്നും മാറ്റി പറയാൻ പറ്റില്ല. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുവും കൂടെയാണ് ഇപ്പം ജഗതി. അത് ആ കഥയൊക്കെ വലിയ കഥയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അപ്പം അത്രയും മാത്രം നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കല ഇനിയും ഒരുപാട് 1800 എന്നുള്ളത് ഇനിയും ലക്ഷക്കണക്കിനാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജോലി ചെയ്യാനുള്ള ആരോഗ്യം അദ്ദേഹത്തിന് ദൈവം കൊടുക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.